അധികാരം നഷ്ടപ്പെട്ടതിന് തൊട്ടുപിന്നാലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമേൽ നിയമത്തിന്റെ ഇരുമ്പുവലകൾ മുറുകുകയാണ്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഏത് നിമിഷവും അറസ്റ്റിലായേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മകൾക്ക് തൊട്ടുപിന്നാലെ പിണറായി വിജയനും ഇഡിയുടെ അഴിക്കുള്ളിലാകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ആ വാർത്ത ഒടുവിൽ പുറത്തുവന്നിരിക്കുന്നു. വീണ വിജയനെ അത്ര എളുപ്പത്തിൽ വെറുതെ വിടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒട്ടും ഉദ്ദേശമില്ല എന്നതിന്റെ കൃത്യമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ വ്യക്തിയുടെ കുടുംബം ഒന്നടങ്കം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കടുത്ത നിരീക്ഷണ വലയത്തിലാകുന്നത്. അസുഖവിവരം മെയിൽ വഴി അറിയിച്ച് ചോദ്യം ചെയ്യലിൽ നിന്ന് താൽക്കാലികമായി ഒഴിഞ്ഞുമാറിയ വീണയ്ക്ക് ശ്വാസം വിടാൻ പോലും സമയം നൽകാതെയാണ് ഇഡി അടുത്ത നോട്ടീസ് അയച്ചിരിക്കുന്നത്. കേവലം 2.78 കോടിയുടെ കരിമണൽ കേസിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതോ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയനും കുടുംബവും നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വലിയൊരു കള്ളപ്പണ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന നീക്കമാണോ ഇത്? വീണ വാ പൊളിച്ചാൽ വിവേകും റിയാസും അകത്താകുമോ? വാസ്തവത്തിൽ എന്താണ് നടക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ജൂൺ 12 വെള്ളിയാഴ്ച കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ വിജയനോട് കേന്ദ്ര ഏജൻസി ആവശ്യപ്പെട്ടിരുന്ന ദിവസമായിരുന്നു അത്. ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഒരു അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വീണയും അവരുടെ നിയമോപദേശകരും മുൻകൂട്ടി കണ്ടിരുന്നു. വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ശനിയും ഞായറും അവധി ദിവസങ്ങളായതിനാൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്ന ഭയം ആ കുടുംബത്തെ അലട്ടിയിരുന്നു. കൃത്യമായി ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് തനിക്ക് വൈറൽ ഫീവർ ആണെന്നും യാത്ര ചെയ്യാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും കാണിച്ച് വീണ ഇഡിക്ക് ഇമെയിൽ സന്ദേശം അയച്ചത്. നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെങ്കിലും അഭിഭാഷകൻ മുഖേന രേഖകൾ സമർപ്പിക്കാം എന്നൊരു ഉപാധിയും അവർ മുന്നോട്ട് വെച്ചു. ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഒരാൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ എത്തുന്നില്ല എന്നറിയിച്ചാൽ അത് താൽക്കാലികമായി അംഗീകരിക്കുക എന്ന മര്യാദ ഇഡിയും കാണിച്ചു. പക്ഷേ സാധാരണഗതിയിൽ ഒരാൾ സാവകാശം ചോദിച്ചാൽ മേലുദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അടുത്തൊരു തീയതി നൽകാൻ ഇഡി കുറഞ്ഞത് 2 ആഴ്ചയോ 1 മാസമോ സമയം എടുക്കാറുണ്ട്. എന്നാൽ വീണയുടെ കാര്യത്തിൽ ആ പതിവുകളെല്ലാം ഇഡി കാറ്റിൽ പറത്തി. മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഒന്നും ഹാജരാക്കാതിരുന്ന അവധി അപേക്ഷയിലെ വൈറൽ പനി ഒരാഴ്ചയ്ക്കപ്പുറം നീണ്ടു നിൽക്കില്ലെന്ന് നന്നായി അറിയാവുന്ന ഇഡി വീണയ്ക്ക് 2ാമത്തെ സമൻസ് അയച്ചു. വരും ബുധനാഴ്ച തന്നെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ഇഡിയുടെ അടിയന്തര ഉത്തരവ്. കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഹർജികൾ നൽകിയിരുന്നെങ്കിലും അവയെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു. ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അടുത്ത ആഴ്ച തന്നെ സുപ്രീം കോടതിയെ കൊണ്ട് ഈ കേസ് എടുപ്പിക്കാനും അന്വേഷണത്തിന് സ്റ്റേ വാങ്ങാനുമാണ് CMRLന്റെ അതിശക്തമായ നീക്കം. സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ വീണയെ ചോദ്യം ചെയ്ത് തീർക്കാനുള്ള നീക്കത്തിലാണ് ഇഡി. കൊച്ചിയിലെ ഇഡി ഓഫീസിലെ ചോദ്യം ചെയ്യൽ അത്ര സുഖകരമായ ഒന്നല്ല. അവിടെ ചെന്നാൽ സാധാരണ പ്രതികളെ പോലെ മണിക്കൂറുകളോളം താഴെ കാത്തിരിക്കേണ്ടി വരും. ഒപ്പം ബുധനാഴ്ച രാവിലെ മുതൽ മാധ്യമപ്പടയും അവിടെ തമ്പടിക്കുമെന്ന് ഉറപ്പാണ്. ബുധനാഴ്ച ഹാജരാകുമ്പോൾ വെറും കൈയോടെ വരാനല്ല ഇഡി പറഞ്ഞിരിക്കുന്നത്. വീണയുടെ കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക ജാതകം മുഴുവൻ മേശപ്പുറത്ത് വെക്കാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വാടക വസതിയിൽ ഇഡി നടത്തിയ റെയ്ഡിൽ നിർണായകമായ പല രേഖകളും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്ന 10ഓളം രേഖകളുടെ പട്ടിക പരിശോധിച്ചാൽ ആർക്കും തലചുറ്റും. കഴിഞ്ഞ 10 വർഷത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ക്ലോസ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ, വിവിധ കമ്പനികളിലുള്ള ഓഹരി നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങളുടെ രേഖകൾ, വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ആധാരങ്ങൾ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിറ്റഴിച്ച ആസ്തികളുടെ വിവരങ്ങൾ, കഴിഞ്ഞ 10 വർഷത്തെ കൃത്യമായ IT റിട്ടേൺസ് രേഖകൾ. ഇവയ്ക്കെല്ലാം പുറമെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ വീണ നടത്തിയിട്ടുള്ള വിദേശയാത്രകളുടെ കൃത്യമായ വിവരങ്ങളും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും സ്ഫോടനാത്മകമായ അധ്യായം തുറക്കപ്പെടുന്നത്.
മുൻ മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പലപ്പോഴും മകൾ വീണയും ഒപ്പമുണ്ടായിരുന്നു. ഈ യാത്രകൾ കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവർ മിഡിൽ ഈസ്റ്റിലുള്ള മകന്റെ അടുത്ത് എത്തുകയും അവിടെ ദിവസങ്ങളോളം തങ്ങുകയും ചെയ്യുന്നത് ഒരു പതിവായിരുന്നു. വിദേശത്ത് വെച്ച് നടക്കുന്ന വലിയ ഡീലുകളുടെ ഭാഗമായി ലഭിക്കുന്ന കള്ളപ്പണം മിഡിൽ ഈസ്റ്റിൽ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഈ സന്ദർശനങ്ങൾ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം. BJP നേതാവ് ഷോൺ ജോർജ് ഇതിനെക്കുറിച്ച് മറുനാടൻ മലയാളിക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ട് വഴി വലിയ രീതിയിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. 1998 മുതൽ കേരളം ചർച്ച ചെയ്യുന്ന വിവാദ കമ്പനികളിൽ നിന്നും ലാവ്ലിൻ കേസ് പോലുള്ള ഇടപാടുകളിൽ നിന്നും വരെ ഈ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ടെന്നാണ് വ്യക്തിപരമായ ബോധ്യം. ഇന്ത്യൻ ഗവൺമെന്റും UAEയും തമ്മിലുള്ള നല്ല നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് ED ഈ വിദേശ ബാങ്ക് വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കാൻ തുടങ്ങിയാൽ അത് വീണയെ മാത്രമല്ല വിദേശത്ത് ബിസിനസ് സാമ്രാജ്യമുള്ള അവരുടെ സഹോദരൻ വിവേക് കിരണിനെയും ഈ കേസിലേക്ക് നേരിട്ട് വലിച്ചിഴയ്ക്കും. ഈ പണം മുഴുവൻ കൈപ്പറ്റിയിരിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയാണെന്ന കാര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAയും ഇതേ അവകാശവാദവുമായി രംഗത്തുണ്ട്. കാര്യക്ഷമമായ അന്വേഷണം നടന്നാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ ഒന്നാമതുണ്ടാകും. വീണ EDക്ക് മുന്നിൽ വായ തുറന്നാൽ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് മാത്രമല്ല, വീണയിൽ തുടങ്ങി സഹോദരൻ വിവേക് കിരണിലേക്കും അവിടെ നിന്ന് വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്കും അത് പടരും. മുൻപ് സ്വപ്ന സുരേഷിനെ പോലുള്ള വിവാദ വ്യക്തിത്വങ്ങൾ ആരോപിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ അടക്കം ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ കള്ളപ്പണ ഇടപാടുകളുടെ നിഴലിലാണ്. മുൻപ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽപ്പെട്ടപ്പോൾ അത് വ്യക്തിപരം എന്ന് പറഞ്ഞ് കൈകഴുകിയ പിണറായിക്ക് ഇപ്പോൾ സ്വന്തം മകൾക്കായി പാർട്ടിയെ മുന്നിൽ നിർത്തി പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം സ്വന്തം സഖാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ പിണറായിയുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇനി ഒരണിയും തെരുവിലിറങ്ങാൻ പോകുന്നില്ല. ഭാര്യ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നതോടെ പിണറായി വിജയൻ അന്യായമായി സുപ്രധാന വകുപ്പുകൾ നൽകി പാർട്ടിയിൽ പ്രതിഷ്ഠിച്ച മരുമകൻ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയും ഇതോടെ ഇരുളടയും. CPMന്റെ ഈ കൊള്ളരുതായ്മകൾ വളമാക്കിക്കൊണ്ട് കേരളത്തിൽ വേരുറപ്പിക്കാനാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര BJP നേതൃത്വം ഇപ്പോൾ EDയെ രണ്ടും കൽപ്പിച്ച് ഇറക്കിയിരിക്കുന്നത്. CPMും BJPയും തമ്മിൽ അണിയറയിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾ ഉണ്ടാകാതിരിക്കുകയും ED വസ്തുനിഷ്ഠമായി മുന്നോട്ടു പോവുകയും ചെയ്താൽ പിണറായി കുടുംബം ഒന്നടങ്കം വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കാൻ പോകുന്ന നിർണായകമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. വരും ബുധനാഴ്ച വീണ വിജയൻ EDക്ക് മുന്നിൽ ഹാജരാകുമോ, അതോ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞുമാറുമോ? ഒഴിഞ്ഞു മാറിയാൽ ED ഉദ്യോഗസ്ഥർ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ? കാത്തിരുന്ന് തന്നെ കാണും. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.